ചേട്ടാ, സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഒരു അവാർഡ് നൈറ്റ് ഇന്ന് നടക്കുകയാണ്. സത്യജിത് റേയുടെ പേരുള്ള അവാർഡ് കൈപ്പറ്റുമ്പോൾ എന്താണ് തോന്നുന്നത്? അഭിമാനം. തീർച്ചയായിട്ടും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കലാകാരന്റെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഞങ്ങളുടെ ടീമിന് 2 അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ഫിലിമിന്റെ പേര്, അത് പെരുമ്പറ എന്നാണ് പേര്. ചേച്ചിയാണ് അതിന്റെ നിർമ്മാത, ബൈജു കെ ബാബു ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വൈഫ് മാലതിയാണത്. ഞാൻ അതിനകത്ത് ഡോക്ടർ VP ഗംഗാധരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ അർബുദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം ഭയത്തോടെ മാറി നിൽക്കുമ്പോൾ അത് ക്യൂറബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സന്ദേശം ഉണർത്തുന്ന ഒരു കഥയാണ് ഞങ്ങൾ ചെയ്തത്. നമുക്കറിയാം, കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന VP ഗംഗാധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് പെരുമ്പറ നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിൽ VP ഗംഗാധരനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അതിനാണ് എനിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, സത്യജിത് റേയുടെ പേരിലുള്ള. അപ്പോൾ അഭിമാനം, സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമ്മൾ ആരാധനയോടെ നോക്കേണ്ട ഷീലാമ്മ ഉണ്ട്, അതുപോലെ തന്നെ ശങ്കർ സാറുണ്ട്. ഈ അവരുടെ മുമ്പിൽ നിന്ന് ഈ ഒരു അവാർഡ് വാങ്ങുമ്പോൾ എത്രത്തോളം ഒരു അഭിമാനമുണ്ട്? തീർച്ചയായിട്ടും. അയ്യോ, അത് പറഞ്ഞറിയിക്കാനാകാത്ത അഭിമാനമാണ്. കാരണം കണ്ട് കൊതിതീരാതെ ഇപ്പോഴും കാണാൻ കൊതിക്കുന്ന ബഹുമുഖ പ്രതിഭകളായ അവരുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു ഞങ്ങൾ. ചേച്ചി എന്തെങ്കിലും പറയുന്നത്? പിന്നെ നമ്മുടെ ഈ ഒരു സത്യജിത് റേയുടെ ഫിലിം സൊസൈറ്റിയുടെ ഈ അവാർഡ് നൈറ്റിനെ എങ്ങനെ നോക്കിക്കാണാം? വളരെ നല്ല ഒരു കാര്യമാണ്. ഭയങ്കര സന്തോഷമുണ്ട് പെരുമ്പറയ്ക്ക് കിട്ടിയതിന്. അനീഷും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം മംഗളമായിട്ട് അത് നടന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. ഈ ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന നിബു പേരറ്റിലാണ് എന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. സുഗതൻ കണ്ണൂരാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണകുമാർ കോടനാണ് എന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. മൂന്നാറും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അത് ഗൾഫിൽ നമ്മൾ ഹയാത്ത് റീജൻസിയിൽ ഗലേറിയ സിനിമാസിലാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ പ്രിവ്യൂ ചെയ്യുന്നത് പോലും. അപ്പോൾ വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു, ഷോർട്ട് മൂവി, ലിറ്റിൽ മൂവി ആയിരുന്നു ഇത്. അപ്പൊ അതിന് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് ഏറ്റവും വലിയ അഭിമാനം. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ റണ്ണിങ് പോകുന്നത് സീരിയൽസ് സിറ്റ്കോം ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അളിയൻസ് ആണ്. അളിയൻസ് ഒരു 1200 എപ്പിസോഡ് കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു, ഓൺ ഗോയിങ് ആണ്. പിന്നെ അല്ലാതെ 2 ഫിലിം, ബ്ലാക്ക് മൂൺ എന്നൊരു പടം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതും അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ 1-2 സംരംഭങ്ങളിലൂടെ ഉണ്ട്.